AI ഉച്ചകോടിക്കിടെയുണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ അറസ്റ്റിലായ യൂത്ത് ദേശീയ അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിന് ജാമ്യം. കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം. 4 ദിവസം മുൻപാണ് ഉദയ് ഭാനു ചിബിനെ അറസ്റ്റ് ചെയ്തത്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, AI ഉച്ചകോടിക്കുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് അധ്യക്ഷൻ അറസ്റ്റിലാകുന്നത്. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്തൊക്കെ ഉപാധികളാണ് ജാമ്യം നൽകാനായി വച്ചിരിക്കുന്നത് കോടതി? ജിൽസി ഉച്ചകോടി വേദിയിൽ നടന്ന പ്രതിഷേധത്തിൽ ഗൂഢാലോചന ആരോപിച്ചുകൊണ്ടാണ് ഉദയ് ഭാനു ചിബിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. 4 ദിവസം മുമ്പായിരുന്നു അറസ്റ്റ്. അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയാണ് ജാമ്യം ലഭിച്ചതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. 50,000 രൂപ കെട്ടിവെക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടി പോലീസിന് കൈവശം ഏൽപ്പിക്കണമെന്ന ജാമ്യവ്യവസ്ഥയാണ് ഇപ്പോൾ കോടതി വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ ഏത് സമയത്തും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട്. ഉദയ് ഭാനു ചിബിന് മാത്രമാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട വേദിയിൽ പ്രതിഷേധിച്ച 5ലധികം ആളുകൾ ഇപ്പോഴും ജയിലിലാണുള്ളത്. അവരുടെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കുകയും ചെയ്യും. അവർക്ക് ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പ്രതിഷേധിച്ച ആളുകളിൽ ചിലരെ കൂടി ഇനിയിപ്പോൾ പോലീസിന് കണ്ടെത്താനുണ്ട്. 10 പേരായിരുന്നു പ്രതിഷേധിക്കാനായിട്ട് ഭാരത് മണ്ഡപത്തിലെ വേദിയിലെത്തിയത്. അതിൽ 4 ആളുകളെ മാത്രമായിരുന്നു പോലീസിന് ആ സമയം അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. പിന്നീട് ഒരു 3 പേരെ കൂടി ഷിംലയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇനിയും ചില ആളുകളെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് ഡൽഹി പോലീസിന് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കൂടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ആരംഭിക്കുന്നുണ്ട്. ഉദയ് ഭാനു ചിബിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ഇന്നലെയും വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ കർശന ജാമ്യവ്യവസ്ഥകളോടുകൂടി ഉദയ് ഭാനു ചിബ് പുറത്തിറങ്ങുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്.